So, welcome to the Los Angeles. Ladies and gentlemen, we are experiencing technical difficulties. Please stand by. അപ്പോൾ ഹലോ ഇൻ്റർനെറ്റ്, അപ്പോൾ ഇത് നമ്മുടെ ബാക്കി വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. ജസ്റ്റ് വാക്ക് ഓഫ് ഫെയിമിൻ്റെ കാഴ്ചകൾ ഇൻ ലോസ് ഏഞ്ചൽസ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാഴ്ചകളും ഇനി കാണാം. Is that a free? The tip, whatever anything you want to help out for Christmas. Sorry about that. ഡിഫൻഡർ ഞാനപ്പോൾ ഈ ഒരു സാധനം എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ വണ്ടികൾ കണ്ട ഭയങ്കര ഇഷ്ടം. നല്ല ക്വാളിറ്റി സാധനം. ഇത് മറ്റേ ഷെവർലയുടെ വണ്ടിയാണ്, സിൽവറാഡോ. ലിറ്ററലി ഇതേപോലത്തെ വണ്ടി ഒറിജിനൽ നിങ്ങൾക്ക് റോട്ടിൽ കാണട്ടോ. യു എസിൽ വന്നു കഴിഞ്ഞാൽ സ്കെയിൽ മോഡലിൻ്റെ ഒക്കെ ക്വാളിറ്റി കാണണം കേട്ടോ. മസ്താങ്കിൻ്റെ ഇത് ഒറിജിനലി ഒഫീഷ്യലി ഫോർഡിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അതാണ് ഇത്രയും സംഭവം ക്വാളിറ്റി. $34. പക്ഷെ വർക്കാണ്, അതിനുള്ള സാധനം ഉണ്ട്. ഡോറൊക്കെ തുറക്കാം, സെറ്റ് സാധനം. ഇതിൽ ഓരോരുത്തരുടെ കയ്യും കാലൊക്കെ ഒറിജിനൽ പതിച്ചിട്ടുണ്ട്, ഫേമസ് ആൾക്കാരുടെ. പക്ഷെ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഫേമസ് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ മൊത്തം നോക്കി നമ്മുടെ സമയം മൊത്തം പോകും. ഇതിപ്പോൾ ആരാന്നൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. മൈക്കിൾ ഡൗഗ്ലാസ്, കുറേ പേരുണ്ട്. ഒറിജിനലായിട്ട് ഇവർ ഫോട്ടും കൈയൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് സിമെൻറ്റിൽ. ഇത് ചൈനീസ് തിയേറ്ററിൻ്റെ തൊട്ടടുത്താട്ടോ. നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ായിട്ടോ ഇപ്പോഴാണ് ശരിക്കും വാക്ക് ഓഫ് ഫെയിമിൻ്റെ ഭംഗി കാണുക. ലൈറ്റും നിയർ ലൈറ്റിൻ്റെ ആ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല രസത്തിൽ കാണാൻ പറ്റും. ഇവിടെ അവതാർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോ ടൈം നോക്കിയപ്പോൾ ഇനി 3 മണിക്കൂറുണ്ട്. ലോങ് മൂവിയാണ്. 10:30 ആകുമ്പോഴേ കഴിയുള്ളൂ രാത്രി. ഇപ്പോൾ ഇവിടെ 5 മണി ആവണുള്ളൂ. ഇനിയും കുറേ ടൈമുണ്ട്. 7 മണിക്ക് ഷോ. നോക്കട്ടെ, ഞാൻ ഇങ്ങനെ ഡോൾബി തിയേറ്ററിൽ സിനിമ കാണാൻ പറ്റും നോക്കട്ടെ. അതും ഒരു തിയേറ്ററാണ്, അവിടെയും നമുക്ക് സിനിമ കാണാൻ പറ്റും. നോക്കട്ടെ, ഞാൻ ഇവിടെ ഇനി കയറാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ സിനിമ കാണാനുള്ള ഒരു പരിപാടിയിലാട്ടോ. അപ്പോൾ ഇതാണ് തിയേറ്റർ. അവതാർ $20 വരുന്നതിന് ക്യാഷ്. എന്തായാലും ഈ സിനിമ കാണാൻ വെച്ചു എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് 1960 ഉള്ളൊരു തിയേറ്ററാണ്. ഇതാണ് കേട്ടോ ടിക്കറ്റ് അവതാറിൻ്റെ. നൈസാണ്. ഇതാണ് അതിൻ്റെ വെന്യൂ വരുന്നത്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ജിമ്മി കിമ്മലിൻ്റെ ഷോ നടക്കണത് ഇതാണ്. ആ ബിൽഡിങ് ജിമ്മി കിമ്മലിൻ്റെ, പുള്ളിയുടെ സ്റ്റാറൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ആ ഷോ വരുന്നത് സ്ഥലം. ഡ്രൈവർലെസ് കാറാണ് കേട്ടോ, അതിലാരും ഇല്ല. കിട്ടില്ല സാധനം. നമുക്ക് 3D ഗ്ലാസ് കിട്ടിയിട്ട് ഹായ. സോ ഇതാണ് തിയേറ്റർ വരുന്നത് കേട്ടോ. രസമുണ്ട് കാണാൻ. പഴയ കാലഘട്ടത്തിലെ തിയേറ്ററാണ്. സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടെയാണ് പോകേണ്ടത്. ഓ, അതാണ് സംഭവം കേട്ടോ. ഇതൊരു തിയേറ്ററാണ്. അവതാറിൻ്റെ ഫുള്ള് പ്രീമിയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു പടത്തിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ഇടും. അവതാറിൻ്റെ പകുതി സെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. പ്ലാൻഡാണ് കേട്ടോ ഈ വെച്ചിരിക്കണത്. ഞാനത് ഫേക്കാന്ന് വിചാരിച്ചത്, പക്ഷെ അത് ഒറിജിനലാണ്. കണ്ടതിനെ കുറിച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ തിയേറ്റർ കേട്ടോ. നമ്മളെ ഹോളിവുഡ് പടത്തിൽ കണ്ടായിരുന്ന ഐറ്റംസ് സെയിം. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ബിയറാണോ എനർജി ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെ ഫ്രീ സാധനം. കോള, എൻ്റെ പള്ളി, ഇത്ര മൂന്ന് കോളേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രീൻ വരണത്. ഒരു എക്സില്ല, പൊളി. എൻ്റെ പൊന്നെ, വേറെ ലെവല് തിയേറ്റർ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. അപ്പോൾ ബാക്കി ഇനി പടം കഴിഞ്ഞിട്ട് എല്ലാ കാഴ്ചകളും കാണാം.
തിയേറ്ററിലെ ഷോ ആയിട്ട് ഈ കാണുന്നത്. ഇത് ഒറിജിനൽ ആളാണ്. പേടിയാണ് കേട്ടോ ഇതിൻ്റെ വിളിക്ക് കയറുമ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഇല്ല, ഒരു പ്രേതം ഹോണ്ടഡ് തിയേറ്റർ പോലെ ഉണ്ട്. ഞാൻ അവിടെ ഒറ്റയ്ക്ക മേലെ, അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ കേട്ടോ. ഉള്ളിൽ ഒരാളുണ്ട്. എങ്ങനെയാട്ടോ തിയേറ്റർ വരിക? How about one more round of applause for Rob? Rob, you were great tonight. Thank you so much, Rob. Well, good evening and happy New Year's, Christmas Eve. I'm sorry, and Merry Christmas. On behalf of our cast member, well, the management team, welcome here to the El Capitan Theater. My name is Doug. I'm part of the മോർണിംഗ് എല്ലാവർക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ ഈ സ്ഥലം നിങ്ങൾ കണ്ടോ? അത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ കാണുന്ന അതേ പ്ലേസ് കേട്ടോ. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ട്രസൻഡ് സ്ട്രീറ്റ് ആണ്. ഇത് ശരിക്കും ലാസ് വെഗാസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല വ്യത്യാസം ഫീൽ ചെയ്യാണ് കേട്ടോ. ഇവിടുത്തെ റൂട്ട്, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ല, നല്ല ഡിഫറെൻ്റ് ആണ്. വേഗാസിലെ വീടിനെക്കാട്ടിയും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ലോസ് ഏഞ്ചൽസിലെ. എപ്പോഴും ഈ രണ്ട് സിറ്റി തമ്മിൽ മിക്സ് ആയി പോവുക. സ്റ്റേറ്റ് മാറുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യ പോലൊക്കെ തന്നെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ അടുത്തുണ്ട് ഈ അമേരിക്കയിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കാലിഫോർണിയ എന്ന് മാറി അരിസോണയിൽ പോയാൽ വ്യത്യാസം, അരിസോണയിൽ നിന്ന് നെവാഡ പോയാൽ അതും വേറെ ഡിഫറെൻ്റാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി ഓഫ് ഗാർഡൻ ആണെന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൗൺ ടൗൺ എല്ലേന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു 10-15 മൈൽ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് ലിറ്ററലി നമ്മളെ ഗെയിമിൽ കാണുന്ന പോലെ തോന്നും. GTA-യിൽ ഇതേപോലത്തെ സ്ട്രീറ്റും ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. ആ റെസ്റ്റോറൻ്റൊക്കെ കണ്ടില്ലേ, അതൊക്കെ കറക്റ്റ് ലിറ്ററലി നമ്മൾ GTA-യിൽ കാണുന്ന പോലത്തെ സംഭവങ്ങളാട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ മുന്നേ വന്ന പോലെ എന്തോ ഫീൽ ചെയ്യുക നമ്മൾ ഈ ഗെയിം കളിച്ചിരിക്കുന്ന കാരണം. അങ്ങനെ ഞാനിവിടെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ബൂഫേ സിസ്റ്റമാണ്. ഇഷ്ടംപോലെ ഫുഡുകളുണ്ട്. ഗുലാബ് ജാമുൻ അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും കഴിക്കാം. $25 കേട്ടോ ഒരാൾക്ക്. 25 പൗണ്ടിന് ഭയങ്കര ലാഭട്ടോ. ചിക്കൻ ബിരിയാണി, പുലാവ് റൈസ്, ചിക്കൻ ദാല്, ചിക്കൻ കറി, റൊട്ടി, പിന്നെ സ്വീറ്റ്സ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിന് ഭയങ്കര ലാഭമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാം. സൂപ്പറാണ്, അടിപൊളി. ഇത് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ ആരെങ്കിലും ലോസ് ഏഞ്ചൽസ് വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് തിരക്കാണ്ട് മനസ്സിലാവും കേട്ടോ. ഭയങ്കര ആൾക്കാർ തിരക്കാണ്. നേരെ സാന്റാ മോണിക്ക ബീച്ചിലേക്കാണ് ഞങ്ങൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് കണ്ടില്ലേ, വെള്ള കളറ്, നമ്മൾ സിനിമയിൽ കാണുന്ന കോൺക്രീറ്റ് റോഡ്സ്. എല്ലാവരും എടുക്കുന്ന പടപിടിക്കുന്ന സംഭവം. ഇവിടെ 65 മൈൽസാണ്. പക്ഷേ എല്ലാവരും 80-ലും ഇതിലേക്കാണ് പോകുന്നത്. ഞാൻ തന്നെ 66-ലാണ് പോകണം. കണ്ടില്ലേ,
എല്ലാവരും നല്ല പടപടക്കുന്നുണ്ട്. പക്ഷേ സേഫാണ് ഡ്രൈവ് ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാം സ്ട്രെയിറ്റ് റോഡ്സാണ്, അടിപൊളി റോഡ്സാണ്, കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഈ മാപ്പിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ചില സമയത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ ഒന്ന് സ്റ്റക്ക് ആവും, അത്രയാണ് വേറെ പ്രശ്നം. പിന്നെ ഓരോ എക്സിറ്റാണ് ഇവിടെ, എക്സിറ്റ് നോക്കി പോയാൽ മതി മാപ്പിൽ. റോഡൊക്കെ കണ്ടില്ലേ, 1 2 3 4 5 6 7 7 ലൈനാട്ടോ. ഒരു സൈഡ് തന്നെ 7 ലൈനാണ്, 2 സൈഡും കൂടി 14 ലൈന്. റോഡിന്റെ വീതി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലിപ്പോഴും ഒരു 4 വരി പാത വരണേന് തന്നെ ആകെ പ്രശ്നമാണ്. ഇവിടെയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണ് എന്താല്ലേ. സാന്റാ മോണിക്ക ബീച്ചിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ലെഫ്റ്റിൽ കാണുന്ന കേട്ടോ ബീച്ച്. നമ്മൾ GTA കണ്ട സെയിം പിയേഴ്സ് ഉണ്ട്, മേലെ ക്ലിഫ് കണ്ടില്ലേ, അതാണ് സംഭവം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തി, മഴ തുടങ്ങി കേട്ടോ. വിട്ടു ഇവിടുത്തെ ബീച്ച് നല്ല തിരണ്ട്, വിചാരിക്കണ പോലെ അല്ല, കിട്ടില്ല സെറ്റപ്പ്. അവിടെയാണ് ഞാൻ വണ്ടി വർക്ക് ചെയ്തത്. കുറേ പേര് നടക്കുന്നുണ്ട്. പോയിട്ട് സർഫ് ചെയ്യാനൊക്കെ പറ്റിയൊരു തിരമാല ഉണ്ട് ഈ സമയത്ത്. ആരും കുളിക്കണമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഹോളിവുഡ്. ഏതാണെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ബീച്ച് ഇറങ്ങി തുടങ്ങിയിട്ടാണ്, നല്ല തിരമാലുണ്ട്. അങ്ങനെ ഫോണെങ്ങാനും ഡ്രോപ്പായി കഴിഞ്ഞാൽ ഫോണ് പോയി കിട്ടും. എല്ലാവരും വന്ന് ഫോട്ടോ ണ്ട് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, വയറ് ഫുള്ളായിട്ടിരിക്കുക. ഇതാണ് ആ സ്ഥലങ്ങൾ കേട്ടോ. നമുക്ക് അതിൽ കൂടെ ഒക്കെ നടന്നിങ്ങനെ പോകാം. അപ്പോൾ മഴ ആയതുകൊണ്ട് നടക്കാൻ വലിയൊരു ഒരു മൂഡ് കിട്ടണില്ല. ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ. ആ അറ്റത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പൂരപ്പറമ്പ് പോലെ ജനങ്ങളുണ്ട്. മൊത്തം ടൂറിസ്റ്റുകളാണ് കേട്ടോ. എനിക്കൊരു ഇംഗ്ലീഷുകാർ പോലും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഏഷ്യക്കാരാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കറ്റാർവാഴകൾ കാണുന്നത്. ഫുള്ള് കറ്റാർവാഴ. ഈ സൈഡിലെങ്ങനെ വീടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് തലയിലേക്കാണ്. ഫുള്ള് കറ്റാർവാഴ. എൻ്റെ അമ്മോ. ആണ് കേട്ടോ, അതിൻ്റെ ഉള്ള ആരും ഇല്ല കണ്ട. അവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സാന്റാ മോണിക്ക ബീച്ച് സൈഡ് ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. എംറ്റിയാണ്, ഒരുപാട് ഷോപ്പൊക്കെ ക്ലോസ് ആണ്. ഞാനെന്തായാലും ഇവിടുന്ന് ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കണേ. ഇവിടുന്ന് മറ്റേ ഡ്രൈവർലെസ് കാർ എക്സ്പീരിയൻസും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ്. ഇതാണ് കേട്ടോ ഡ്രൈവർലെസ്. അതിലാരും ഇല്ല വണ്ടിയിൽ. കണ്ട, ആ വണ്ടിയിൽ ആരുമില്ല. അതിൻ്റെ സ്റ്റിയറിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓർഡർ ചെയ്ത വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതാ വരുന്ന ആളില്ലാണ്ട്. അപ്പോൾ നമ്മളവിടെ സ്പോട്ടിൽ കറക്റ്റ് നിൽക്കും. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. കോമഡി എന്താ വെച്ചതിൽ ആരും ഇല്ല കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടണം.
നമ്മൾ വണ്ടി ഓടണമെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കണം. As we get going, just give us 1 minute to cover. അയ്യോ ഇത് വേറെ ലെവൽ കേട്ടാ, ആളില്ലാണ്ട്. വണ്ടി ജാഗോറാണ്. നമ്മള് ഇതുമ്മ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മള് സ്റ്റിയറിംഗ് വീലുമേ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇൻസ്ട്രക്ഷൻ കാണിച്ചു തരുന്നുണ്ട്. Check on riders, improve our products, and more. അവര് Microphones are only on when you're connected to rider support. ഫുള്ള് So sing your heart out. We can't hear you. You can also use the app or passenger screen to speak to a rider support in the car, unless there's an urgent need to exit. നമുക്ക് ആക്ച്വലി മ്യൂസിക് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാം എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻസ് തരും അവര്. ഇതിപ്പോൾ ഞാനും കാറും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അത് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇത് അമേരിക്ക മാത്രമുള്ള ലോകത്തിൽ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ സാധാരണ ഒരു യൂബർ റൈഡ് എടുക്കണ അതേ പ്രൈസ് തന്നെ വരണുള്ളൂ. പ്രോപ്പർ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ടാണ് വണ്ടി പോകണം. അപ്പോൾ നിങ്ങൾ മീറ്റർ നോക്കി കാണാം, 20, 22 സ്റ്റോപ്പാക്കി കറക്റ്റ്. ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റു കേട്ടോ. ഇതാ പുള്ളി ഇതാ റൈറ്റിലേക്ക് എടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ അല്ലേ, ദിസ് ഈസ് അമേരിക്ക. For your safety, the doors will remain locked when we arrive. Pull the handle twice to exit. The first pull unlocks, the second opens the door. Keys or wallet. There are more drop-off options in the app. നമ്മളപ്പോൾ എത്താറായിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഇപ്പം അവിടെ വണ്ടി തടസ്സമുള്ള കാരണം പുള്ളി സൈഡാക്കി ഒതുക്കി നിർത്തിയേക്കുക. ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണ കാരണം ഇത് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈൻഡിങ് എ സ്പോട്ട് പുൾ ഓവർ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നിർത്തിയേക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ഇറങ്ങാൻ പോവാണ്. ടാറ്റ. വണ്ടിയിലൊന്നുമില്ലാന്ന് വെച്ചാൽ ബായ് ടാറ്റ. തന്നെ ലോക്കാവും. ഇതാ പോണ്, ചുള്ളം പോയിട്ടാ. എന്തെല്ലാം ടെക്നോളജിയാണല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വെയ്മോ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാണ് കേട്ടോ വെനീസ് ബീച്ച്. നമ്മുടെ എല്ലാം ഫേമസ് ഉള്ള ആൾക്കാർ, യൂട്യൂബേഴ്സും ഫിലിം സ്റ്റാർസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര കിടിലം ബീച്ചാണ്. ഗെയിമിലൊക്കെ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ്, ഈ ബീച്ചൊക്കെ തന്നെയാണ്. GTA നമ്മളിവിടെ നടന്നിട്ടൊക്കെയാണ് വെട്ടി വെച്ചേർന്ന ആൾക്കാരെ. പെയിന്റിങ്സൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥലം. ഇത്രയും ഭാഗം നമ്മൾക്ക് മണ്ണാണ്. അറ്റം വരെ നടക്കണം കടലിലേക്ക് പോകണമെങ്കിൽ. വൺ സെറ്റപ്പാണ് കേട്ടോ. റെക്സിലെത്തി കൂടെ നമുക്ക് സൈക്കിൾ ചവിട്ടാം. സൈക്കിൾ പാത്ത് ഉണ്ട്, വിശ്രമിക്കാം. അവിടെ പ്ലെയിൻ സ്പോട്ട് ചെയ്യണ സ്ഥലമാണ്. ലോസ് ഏഞ്ചൽസ് എയർപോർട്ട് ആ ഏരിയയിലാണ്.
അപ്പോൾ അവിടെ ഒരു സ്പോട്ടിൽ ഇപ്പോൾ നമുക്ക് പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് കൂടെ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന കാണാം. അങ്ങനെ ഇവിടെ അടിപൊളി ഗ്രാഫിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ സ്ലോ ആവും. ഈ കാണുന്ന കൊടി കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ കൊടി കേട്ടോ. അപ്പം പിന്നെ USA ഇവിടെ 2 tattoos for $120 കേട്ടോ. ഒരു ടാറ്റു ഒക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. നല്ല റിട്രീവർ കേട്ടോ. ഭാഗ്യം വെതർ ചതിച്ചില്ല, നല്ല വെതറായി. കുളിച്ച് കഴിഞ്ഞാൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. കുളിക്കാനുള്ള ഒരു ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ അതില്ല. പിന്നെ നനഞ്ഞ് പോവാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടം പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിൽ നിൽക്കണില്ല. അടിപൊളി ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ടല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സാധനം $10 ആട്ടോ. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ പണ്ടൊക്കെ യൂറോപ്പിൽ അവിടുത്തെ ആൾക്കാരായിരുന്നു പാട്ട് പാടിയായിരുന്നു. ഇപ്പോൾ ആ പഞ്ചാബികൾ ഇവിടെ വന്ന് കൈയടക്കി തുടങ്ങി. കാണിച്ചു തരാം. സ്റ്റെപ്പിടിൻ്റെ ചേച്ചി നടന്നിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിരുന്നു $5 മസാജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ചൈനീസ് അമ്മൂമ്മയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഗ്രാഫൈറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ചുമ്മാ നടക്കാനും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. സ്കേറ്റിംഗ് പാർക്കാണ് ഇതൊക്കെ. ഇവിടെ എന്തൊക്കെയോ സംഭവം കുറേ ഉണ്ട്. മെയിനായിട്ട് ഒരു സൈക്കിൾ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ അതിന് ഞാൻ ചോദിച്ചു 1 ഹവറിന് ഓൾമോസ്റ്റ് ഈ കാണുന്ന സൈക്കിളിന് 1 ഹവറിന് $50 സ്കേറ്റിംഗ് പാർക്കാണത്. ഇവിടെ അടിച്ച് വരാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോ ഉണ്ടായിരിക്കും. കാരണം ഈ മണ്ണുണ്ടെങ്കിൽ ഗ്രിപ്പ് ഇവരുടെ പോകുന്നുണ്ടാവും. പൊന്നോ ഒരു രക്ഷയില്ലാട്ടോ, വേറെ ലെവല്. ഇത് സ്ഥലം ഒരു രക്ഷയില്ലാട്ടോ, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നെക്സ്റ്റ് ലെവല് സ്ഥലം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ലെവല് സ്ഥലം.
പൊന്നെ വീഡിയോ എടുക്കണ നോക്കിയേ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. സ്കില്ല് കേട്ടോ. ഓ And having two or three good albums is better than making. Rap is kind of depressing. Besides, then it's a balance. Rollerblading is more. Oh my God! I know it's insane. How long does that thing last? Yeah, my God. There you go. Fucking New York. ഇതാണ് കേട്ടോ അതിൻ്റെ ഈ പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് പറയണത്. അവിടെ കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. അത്രയും ദൂരം ഞാൻ നടന്നില്ല, ഞാനിപ്പോൾ ആ അറ്റത്തുനിന്ന് വന്നത്. ആ അറ്റത്ത് ഇവിടുത്തെ മറ്റേ ലൈഫ് ഗാർഡാണ് കേട്ടോ ലോസ് ഏഞ്ചൽസ്. അതാണ് ലോസ് ഏഞ്ചൽസ് എയർപോർട്ട് റാമ്പ്. അവിടെ ഒരു പുള്ളി നൈസായിട്ട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. പുള്ളി അവിടെ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടായി. നല്ലൊരു ഷോട്ടല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഷോട്ട് കിട്ടി. ഇവിടെ ഒരാൾ ഗ്രഫിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. നൈസ് പെയിൻറ്റിങ്സ് ഉദ്ദേശിച്ചുള്ള. ആരെങ്കിലും LA വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ, ഈ വെനീസ് ബീച്ച്. എനിക്ക് സാന്റാ മോണിക്കനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. സാന്റാ മോണിക്കയാണ് GTA-യുടെ ആ സ്ഥലമൊക്കെ. അതാണ് ഇവിടെ മോസ്റ്റ് ഫേമസ്. ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഈ നേരത്ത് ആൾക്കാർ ഫുള്ള് ബാസ്കറ്റ് ബോളും, നമുക്ക് നല്ല ചില്ലൗട്ട് ചെയ്തിരിക്കാം. ഭയങ്കര റിലാക്സ് കിട്ടുന്നൊരു ഏരിയ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിട്ടോ മസിൽ ബിൽഡേഴ്സിന്റെ അവാർഡുകളാണിട്ടത്. ഹെവി കട്ടകളുണ്ട്, രക്ഷ സാധനങ്ങള ജാതി മസിൽ ബിൽഡേഴ്സ് ഉണ്ട് ഇവിടെ. Under the stars, full of the bars, before my little
കേട്ടോ ജിമ്മന്മാരുടെ ഇല്ലല്ലേ ലോസ് ഏഞ്ചൽസിലെ ഇപ്പോഴേ കാണിക്കണ മെമ്പർഷിപ്പ് വേണം. വോളോട്ട് കണ്ടോ ഫുള്ള് നമ്മുടെ നിക്കോള ടെസ്ല. അതിൽ കുറേ പേരെ ലിങ്കൻ ഉണ്ട്, ഐൻസ്റ്റീൻ ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട്. ഡ്രൈവർലെസ് കാറിൽ കയറിയ കേട്ടോ. ഇതിൽ ഇവരുടെ സ്ക്രീനിൽ ഡിറ്റക്ഷൻ ഭയങ്കര പൊളിയാണ് കേട്ടോ. കാരണം ആ ഫ്രണ്ട് സ്ക്രീനിൽ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ബാഗ് ഇട്ടിട്ടുണ്ടോ എന്ന് വരെ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരാൾ കണ്ടോ, അത് വരെ ഡീറ്റെയിൽഡ് ആണ്. ഭയങ്കര ക്യാപ്ചറിങ് കേട്ടോ അവരുടെ രക്ഷയില്ല. ഹമ്മർ EV കേട്ടോ, എന്താ വണ്ടി അല്ലേ, രക്ഷയില്ല. എന്താ ലുക്കില്ല വണ്ടി, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവല്. GT കേട്ടോ, GTA അത്രയാണ് കേട്ടോ. ടിയർ സാന്റാ മോണിക്ക അമേരിക്കൻ ഏകാദശി. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനപ്പോൾ കഴിഞ്ഞു. അപ്പോൾ മൊത്തം ട്രിപ്പൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. നേരെ ഇവിടുന്ന് റൂമിൽ പോകണം, റെസ്റ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഇനി മോർണിംഗ് കാഴ്ചകളൊന്നുമില്ല. റിട്ടേൺ പോണ സംഭവങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം. ട്രെയിനുണ്ടോ, ഇത് ഗുഡ്സ് ആണോ എന്ന് ഡൗട്ടാണ്. മരുഭൂമിയുടെ ഇടയിലുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. അങ്ങോട്ടൊന്നും പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നായനെ അയച്ചിട്ടുണ്ട്, കടി കൊണ്ട് ചാണ്ട് വരും. ഒരു ഡെസേർട്ടിന്റെ സൈഡിലുള്ള നടുക്കുള്ള ഒരു ഗ്രാമം. ശരിക്കും നമ്മൾ മറ്റേ വീട്ടിൽ ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ അതേപോലത്തെ സ്ഥലങ്ങൾ കേട്ടോ. നല്ല സീനിക്കാണ്, നൈസ് ക്ലൈമറ്റും ആണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു ഡി റൂട്ട് എടുത്ത് ചുമ്മാ കൺട്രി സൈഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ജൂബിന്ന് അറിയട്ടെ, അമേരിക്കൻ മൂവീസൊക്കെ കാണുന്ന പോലത്തെ സെയിം സെറ്റപ്പ്. വാ വണ്ടികളുടെ ഗ്യാരേജ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. In half a mile, turn left onto Irwin Road, Old. അമേരിക്കയുടെ കാഴ്ച കേട്ടോ. സൈഡ്
ഇനി നമ്മൾ ഇവിടുന്ന് റോഡ് മേർച്ച് ചെയ്ത് കയറുന്നത് ലാസ് വെഗാസ് ഡെത്ത് വാലി മറ്റേ ഹൈവേയിലാണ്. In a quarter mile, turn right to stay on Yemo Road. To stay on Yemo Road. യെർമോ റോഡ് എന്ന് പറഞ്ഞ റോഡാട്ടോ, യെർമോ റോഡ്. ഈ റോഡ് നേരെ നമ്മൾ വെച്ച് പിടിക്കുക. കുറേ വണ്ടികൾ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി ഇതായിരുന്നില്ല റൂട്ട്, അപ്പുറത്തെ റോഡായിരുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ട് ഞാൻ എനിക്ക് ചാടിയതാണ്. പക്ഷെ അതെന്തായാലും നന്നായി, നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. വ്യൂസ് എന്ന് വെച്ചാൽ നല്ല കാഴ്ചകളുള്ള ഒരു കണ്ടന്റ് കിട്ടാനുള്ളൊരു വകുപ്പ് കിട്ടി. നമ്മൾ വേറെ വഴിയാണ് കണ്ടല്ലേ. അപ്പോൾ നൈസായിട്ട് ഡാർക്കായി തുടങ്ങി. 3:37 ഇവിടെ ഉച്ചയ്ക്ക്. ഇപ്പോൾ 4 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവും കേട്ടോ. കംപ്ലീറ്റ് ഒരു 6 മണിയാകുമ്പോൾ ഏകദേശം ലാസ് വെഗാസ് എത്തും. അടിപൊളി സ്ഥലമാട്ടോ, രക്ഷയില്ല. എനിക്ക് ഇത്ര അടിപൊളി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേറെ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതൊരു വേറെ നെക്സ്റ്റ് ലെവലാണ്. വേഗസിലൊരു 3 സ്റ്റാർ 3 സ്റ്റാറാണോ 5 സ്റ്റാറാണോന്ന് അറിയില്ല ഹോട്ടലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു എക്സൽ കേട്ടോ. ഇത് വൺ ഓഫ് ദി ഐക്കോണിക് ഹോട്ടലാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഒരു നൈറ്റിന് ഇവിടെ 8,000 ഏകദേശം 9,000 രൂപയുടെ അടുത്ത് വരും ഇന്ത്യൻ മണി. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. $20 കേട്ടോ ഒരു ദിവസത്തെ പാർക്കിങ്ങിന്. ഇത് വേഗസിലൊരു ഹോട്ടലിൻ്റെ ഉള്ളാണ് കേട്ടോ. ഷോപ്പിംഗ് മാളാണ് ശരിക്കും, ലിറ്ററലി വേറെ ലെവല് സംഭവം. ഇത് ചെക്ക് ഇൻ ചെയ്യാനുള്ള ക്യൂ ആണ് കേട്ടോ. കിയോസ്ക് ഹോട്ടലാണ് കേട്ടോ, കാസിനോ. വമ്പൻ സെറ്റപ്പ്, ഒരു രക്ഷയില്ല, വേറെ ലെവല്. ചെക്കിങ്ങിനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നമുക്ക് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 സെറ്റ് ഹോട്ടലാണ് കേട്ടോ. അവിടെ അതാ ജാൻ വീലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനായിട്ട് വേറെ ടിക്കറ്റ് എടുത്ത് വരേണ്ട അവസ്ഥയൊന്നും കാണാനുണ്ട്. ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ ബിൽഡിങ്. ഞാൻ $20 കൊടുത്ത് $44 ഉണ്ടാക്കിയിട്ടാണ്. ഇവിടെ ക്യാഷ് വരും ഇപ്പോൾ. ഓ പൊളി ഗാംബ്ലിംഗ് ബേബി. അപ്പോൾ ഞാൻ കാറ് റിട്ടേൺ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ട്രാവൽ കമ്പനീനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. ചെക്കൊക്കെ ചെയ്യുക അവർ. നമ്മൾ വണ്ടീനെ ഇവിടെ ഡ്രോപ്പാക്കി ടാറ്റ. ഇനി പിന്നെ കാണാം. ഇതേപോലെ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ എൻ്റെ ഫ്ലൈറ്റ് ഡിലേ. ഇനി എങ്ങനെ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ എൻ്റെ ഒക്കെ ഇങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവാറ്. എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നിട്ട് അവർ എനിക്ക് വേറെ റൂട്ട് റൂട്ട് ചെയ്ത് തന്നു. അത് അറ്റ്ലാന്റ വഴിയായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ്. ഇപ്പോൾ നേരെ വെർജിനായിട്ടോ. അപ്പോൾ എൻ്റെ അമേരിക്കൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു രാജ്യം, പുതിയൊരു രാജ്യമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും ബൈ.